കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. പ്രവചനാതീതമായ ഘട്ടത്തിലേക്കാണ് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതുവരെ ഇടതുപക്ഷവും UDF-ഉം മാറി മാറി ഭരണം പിടിച്ചിരുന്നിടത്തേക്ക് BJP പ്രവേശനം നടത്തി തുടങ്ങിയിരിക്കുകയാണ്. അഭിപ്രായ സർവേകളിൽ നിന്നും നിശബ്ദരായ വോട്ടർമാരിൽ നിന്നും ബൂത്ത് തലത്തിൽ അരങ്ങേറുന്ന തന്ത്രങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ വെളിച്ചത്തിലേക്ക് വരികയാണ്. കേരള നിയമസഭയിൽ BJP വീണ്ടും അക്കൗണ്ട് തുറക്കുവാൻ പോകുന്നു, അതും 3 സീറ്റുകളുമായി. NDTVയുടെ സർവേ അനുസരിച്ചുള്ള ഡാറ്റ പരിശോധിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ചിത്രം തെളിയുന്നത്. നിലവിലെ LDF സർക്കാരിന്റെ വിലയിരുത്തലിൽ ഭരണവിരുദ്ധ വികാരമുള്ളവർ 50%, ഭരണത്തിൽ സംതൃപ്തരായവർ 23.8%. ബാക്കിയുള്ള 20%-ലധികം ആളുകളും അഭിപ്രായമില്ല എന്നാണ് സർവേയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഭരിക്കുന്ന മുന്നണിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ. അടുത്ത മുഖ്യമന്ത്രിയായി കാണുവാൻ ആഗ്രഹമുള്ളത് ആരെന്ന ചോദ്യത്തിന് VD സതീശന് 22.4%, പിണറായി വിജയന് 18%, രാജീവ് ചന്ദ്രശേഖരന് 14.7% ആളുകളാണ് സർവേയിൽ പിന്തുണ നൽകിയത്. ഈ സർവേക്ക് അനുസരിച്ച് UDF വിജയത്തിന്റെ പടിവാതിൽകൾ തന്നെയാണ്. എന്നാൽ ഈ സർവേയിൽ നിന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് അടുത്ത സർക്കാരിനെ കുറിച്ചല്ല. ഇന്ത്യ മുഴുവനും ആധിപത്യം ഉറപ്പിച്ച BJPയുടെ വേരുകൾ കേരള മണ്ണിലേക്ക് വേരുകൾ വീശി എത്തിയിരിക്കുന്നു. അതിന്റെ കിളിർപ്പുകൾ കാണുവാൻ തുടങ്ങിയിരിക്കുന്ന കാര്യമാണ്. BJPക്ക് നിയമസഭയിൽ സീറ്റുകൾ ഇല്ലെങ്കിലും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ BJPയുടെ വളർച്ച വ്യക്തമാണ്. ഇതിനിടയിൽ പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ നേടുകയും ഇപ്പോൾ ഒരു ലോക്സഭാ സീറ്റും ഒരു മുനിസിപ്പാലിറ്റിയും BJPക്ക് കേരളത്തിലുണ്ട്. ഘട്ടം ഘട്ടമായുള്ള BJPയുടെ വളർച്ച വ്യക്തമായ വോട്ട് ബേസ് സൃഷ്ടിച്ചുകൊണ്ടുള്ളതാണ്. വർഷങ്ങളായി വ്യക്തമായ പിന്തുണയുള്ള UDF-ന്റെയും LDF-ന്റെയും നേതാക്കന്മാർക്ക് ലഭിക്കുന്ന പിന്തുണയ്ക്കൊപ്പം BJP സംസ്ഥാന അധ്യക്ഷന് പിന്തുണ ലഭിക്കുന്നുവെങ്കിൽ അത് BJPക്ക് ലഭിക്കുന്ന പിന്തുണയുടെ സൂചനയാണ് നൽകുന്നത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ലക്ഷ്യം വെക്കുന്നത് ഏതാനും ചില സീറ്റുകളാണ്. അപ്പോൾ തന്നെ അപ്രതീക്ഷിതമായ വിജയം BJP മറ്റു ചില മണ്ഡലങ്ങളിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. പഴയ പോലെ ആശയറ്റ പ്രവർത്തനമല്ല ഇന്ന് കേരള BJPയുടേത്. കൃത്യമായ അജണ്ടയും സംവിധാനവുമാണ് BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ശക്തി പകരുന്നത്. കേരളത്തിൽ BJPക്ക് കൂടുതലും പ്രതികൂല സാഹചര്യം തന്നെയാണുള്ളത്. എന്നാൽ കൃത്യമായ ധ്രുവീകരണത്തിലൂടെ അനുകൂല വോട്ടുകളെ ഏകീകരിച്ച് ശക്തീകരിച്ചാൽ പല നിയമസഭാ മണ്ഡലങ്ങളിലും BJPക്ക് നിഷ്പ്രയാസം ജനപ്രതിനിധികളെ ഉണ്ടാക്കുവാൻ കഴിയും. BJPയുടെ കടന്നുവരവ് താല്പര്യമില്ലാത്ത ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. BJPക്ക് കേരളത്തിൽ ഒരു സീറ്റും കിട്ടുകയില്ല, UDF അല്ലെങ്കിൽ LDF മാത്രമേ വിജയിക്കുകയുള്ളൂ. ഈ വരുന്ന ആളുകളിൽ വോട്ടെടുപ്പിലും ഇലക്ഷനിലും താല്പര്യമില്ലാത്ത 20% ജനങ്ങളാണ് BJPക്ക് വിജയം നേടുവാൻ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നത്. ഈ സമയം തന്നെ BJP വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ അനുകൂല വോട്ടുകൾ ലഭിക്കുന്ന എല്ലാ വീടുകളിലും കയറി വോട്ടുകൾ ഉറപ്പാക്കുകയും പോളിംഗ് ദിവസം അവരെല്ലാവരും വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ BJPക്ക് വിജയിക്കുവാൻ വോട്ടുകളുടെ ഏകീകരണം മാത്രം വിജയകരമായി നടത്തിയാൽ മതി. LDF-ൽ നിന്നും UDF-ൽ നിന്നും വ്യത്യസ്തമായി BJPയെ പിന്തുണയ്ക്കുന്നവരെയും ഒന്ന് പരിശ്രമിച്ചാൽ പിന്തുണയ്ക്കുവാൻ സാധ്യതയുള്ളവരെയും കണ്ടെത്തുവാൻ, തിരിച്ചറിയുവാനും BJPക്ക് എളുപ്പത്തിൽ സാധിക്കുന്നുമുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുമെന്ന് സർവേ തെളിയിക്കുന്ന ഭരണവിരുദ്ധ വികാരം സഹായിക്കുന്നത് UDF-നെ മാത്രമാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇതിന്റെ പ്രയോജനം BJPക്കും ലഭിക്കും. ഒരു വലിയ പങ്ക് വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തുമെന്നത് വിലയിരുത്തൽ സത്യമാണെങ്കിലും LDF-ന് സ്ഥിരമായി വോട്ട് ചെയ്യുന്ന ആളുകളിൽ തിരിഞ്ഞുകുത്താൻ ചിന്തിക്കുന്നവർ പലരും കോൺഗ്രസിനോടുള്ള ശത്രുത മൂലം BJP ആയിരിക്കും പിന്തുണയ്ക്കുക. ദേശീയ നേതൃത്വം സംസ്ഥാനത്ത് വന്ന് നടത്തുന്ന പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും സ്വാധീനിക്കുന്ന ഒരു പങ്ക് ആളുകളും BJPക്ക് വോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വോട്ടുകൾ വിഭജിക്കപ്പെടും. വരുന്ന നിയമസഭ ഇലക്ഷനിൽ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ആകെ വോട്ടുകളുടെ 30 അല്ലെങ്കിൽ 35% വോട്ടുകൾ ഉറപ്പിച്ചാൽ മതി BJPക്ക് വിജയം നേടുവാൻ. അതായത് 100-ൽ 35 ആളുകളുടെ പിന്തുണ ഉണ്ടെങ്കിലും BJPക്ക് ആ സീറ്റുകൾ സ്വന്തമാക്കുവാൻ കഴിയും. അതിലേറ്റവും മുൻപന്തിയിൽ BJPക്ക് വിജയസാധ്യത നൽകുന്ന മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്തെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം. ഇവിടെ സ്ഥാനാർത്ഥികളായി എത്തുന്നത് BJPയുടെ ഏറ്റവും പോപ്പുലറായ നേതാക്കൾ തന്നെയായിരിക്കും. BJP കേരളത്തിൽ ശക്തമാകുന്നതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം പൊതുവെയുള്ള സമ്മതി നേടുന്നതിലല്ല, അത് ശരിക്കും സംവിധാനപരമാണ്. അതിനായി മൈക്രോ ലെവൽ വോട്ടർ ലിസ്റ്റ് ഉണ്ട്, ബൂത്തുകൾ കേന്ദ്രീകരിച്ചുള്ള കൂട്ടായ്മകളുണ്ട്, കൃത്യമായ ഡാറ്റ അടിസ്ഥാനപ്പെടുത്തിയുള്ള പിന്തുണകൾ, വ്യക്തിപരമായ വോട്ടർമാരുമായുള്ള ബന്ധം സ്ഥാപിക്കൽ, അവസാനം ഇവയെല്ലാം കണക്കിലെടുത്ത് പോളിംഗ് ബൂത്തുകളിൽ വോട്ടുകളായി എത്തിക്കുന്നു. കേരളത്തിൽ BJP 3-ാം സ്ഥാനത്താണെങ്കിലും BJPയുടെ നിലവിലെ സംവിധാനം വിജയകരമായാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 അല്ലെങ്കിൽ 3 സീറ്റ് BJPക്ക് നേടുവാൻ കഴിയും. അതുതന്നെയാണ് NDTV സർവേയിൽ രാജീവ് ചന്ദ്രശേഖരൻ ലഭിച്ച പിന്തുണയും വ്യക്തമാക്കുന്നത്. തൽക്കാലം BJPക്ക് കേരളത്തിൽ ഭരണം നേടുവാൻ കഴിയില്ല. എന്നാൽ നിലവിലെ സംവിധാനത്തെ അടിസ്ഥാനമായ നീക്കത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷരായ 20% ആളുകൾ പോളിംഗ് ബൂത്തിൽ എത്താതിരുന്നാൽ നിയമസഭയിലേക്ക് BJPക്ക് പ്രവേശനം നേടുവാൻ കഴിയും.
ഈ പ്രാവശ്യം കോൺഗ്രസ് ഭരണം പിടിച്ചു കഴിഞ്ഞാൽ നവമാധ്യമങ്ങളുടെ സഹായത്തോടെ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തി കോൺഗ്രസിന് സ്വീകാര്യമായ ഭരണം നടത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സ്പേസ് LDFും BJPയും ഒരുപോലെ ഉപയോഗിച്ച് വരുന്ന 5 വർഷം കൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കും. അതുവഴി BJPക്ക് വീണ്ടും അധികാരത്തിലേക്ക് ഉള്ള പടവുകൾ ഓരോന്നായി കയറുവാൻ കഴിയും. BJPക്ക് കേരളത്തിൽ ഒന്നും നേടുവാൻ കഴിയില്ലെന്ന ചിന്താഗതി മാറ്റുവാനുള്ള സമയം ഇപ്പോൾ ആയിരിക്കുന്നു. BJPയുടെ കേരളത്തിലേക്കുള്ള പ്രവേശനം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോളിംഗ് ദിവസം വീട്ടിലിരിക്കാതെ പോയി നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുക. BJPയുടെ പ്രവേശനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങൾ കൃത്യമായി പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യുക. ഒരു വലിയ മത്സരമാണ് കേരളത്തിൽ വരുന്ന മാസങ്ങളിൽ നടക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ വോട്ടുകൾക്ക് ഒരു പ്രാധാന്യമില്ലെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ ചെയ്യാതെ പോകുന്ന വോട്ടുകളായിരിക്കും മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വിജയം നൽകി കൊടുക്കുക. അതിനായി നിങ്ങളുടെ പേരും വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് എന്നിപ്പോൾ ഉറപ്പുവരുത്തുക.